Good morning, all. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുഡ് മോർണിംഗ് ആരംഭിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് ശാന്തിയും മോർണിംഗ്. സമാധാനവും നിറഞ്ഞൊരു പുതിയ ദിവസം തുടങ്ങട്ടെ. നല്ല ചിന്തയും നല്ല വാക്കും നമ്മുടെ വഴിയെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഈ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്, സീന മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടില്ല മാം? ഓ ജോയിൻ ചെയ്തിട്ടുണ്ട് മാമിന് കൂടുതൽ സ്ലൈഡ് ഉണ്ട് കേട്ടോ മാം. ഓക്കെ മാം, ഹോസ്റ്റ് ആക്കാം കേട്ടോ. മാമിനെ കൂടുതൽ പരിചയപ്പെടുത്തണ്ടെന്ന് തോന്നുന്നു. മാം ടീച്ചറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, സ്റ്റുഡന്റ് പാരന്റ് എംപവർമെന്റ് കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു സെഷന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ സ്ലൈഡ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഹോസ്റ്റ് ആക്കാം. ഓക്കെ. കാണുന്നുണ്ടോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാം മാം. ഒരു മിനിറ്റ് എന്നാല്. വന്നില്ലേ? കാണുന്നുണ്ട്. മുഴുവനായിട്ട് കാണുന്നില്ലല്ലോ അല്ലേ? അതൊക്കെ ഒരു മിനിറ്റ്. പിന്നെ ഓക്കെ, എത്തിയോ? കാണുന്നുണ്ടല്ലേ? ഹലോ, കാണുന്നുണ്ട് മാം, കാണുന്നുണ്ട്. തുടങ്ങാം നമുക്കല്ലേ? തുടങ്ങി. സൗണ്ട് ഒക്കെ ഉണ്ടോ? സൗണ്ട് ഉണ്ട്, കേൾക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെഷൻ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോർണിംഗ്, അതായത് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. എല്ലാവർക്കും നല്ലൊരു സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, കുറെ പേർക്ക് അവധിയായിരിക്കും. അങ്ങനെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്നതാണ്. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള വാക്കാണ് ലവ്, അല്ലേ? ആർക്കെങ്കിലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെ അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത വാക്കാണോ സ്നേഹം? ഹലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കാണ് അല്ലെ ഈ ലവ് എന്ന് പറയുമ്പോൾ. എന്നാൽ കുഞ്ഞു മക്കള് ചിലപ്പോഴും സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡിൽ അവരോടൊക്കെ നമ്മളൊന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലെ? നമ്മൾ കാണാറില്ലേ ചെറിയ കുട്ടികൾ, അവരെന്തോ ഒരു വലിയൊരു സംഭവം പോലെ കാണാറുണ്ട് അല്ലെ? പക്ഷെ അത് എന്താണ്, കുട്ടികളുടേതായ ചെറിയൊരു ഇപ്പോഴുള്ള ഓരോ ചിന്താഗതികളാണ്. പക്ഷെ ഈ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്, അതായത് നമ്മുടെ ഫേമസ് സൈക്കോളജിസ്റ്റ് ആയ റോബർട്ട് സ്റ്റേൺബർഗ് കൊണ്ടുവന്ന ഒരു തിയറിയാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്റെ, അതായത് നേച്ചറിന് ഹ്യൂമൻ ലവ്, അതിന്റെ കണക്ഷൻ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സാധാരണ എന്താണ് ലവ് എന്നത് നമ്മളുടെ രീതിയിലല്ല, അതൊരു സൈക്കോളജിക്കൽ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവന്ന് ഓരോ റിലേഷൻഷിപ്പിനെയും എങ്ങനെ മനസ്സിലാക്കണം എന്നൊരു ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേൺബർഗ് ദ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു തിയറിയാണ്. അപ്പോൾ ആ ഒരു തിയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ തിയറിയുടെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പോകുന്നത് ഫസ്റ്റ് വൺ സയന്റിഫിക് വേയിൽ എങ്ങനെ നമുക്ക് ആ തിയറിയെ നോക്കാം എന്നുള്ളതാണ്. ലവ് ആസ് എ സയന്റിഫിക് കൺസ്ട്രക്റ്റ്.
അതായത് ഈ സൈക്കോളജിസ്റ്റ് അത് സൈക്കോളജിയിൽ ഈ ലവിനെ എങ്ങനെയാണ് അത് മെഷറബിൾ ആണ്. സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെ രീതിയിൽ സൈക്കോളജിയെ എന്താക്കാറില്ല, അല്ലെ സോറി, ലവിനെ മെഷർ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു പിന്നെ സ്റ്റേൺബർഗിന്റെ അഭിപ്രായത്തിൽ സ്റ്റേൺബർഗ് അത് സയന്റിഫിക് വേയിലൂടെ കൊണ്ടുവരുമ്പോൾ ലവിനെ നമുക്ക് ഈ ഒരു അബ്സ്ട്രാക്ട് ഫീലിംഗിൽ നിന്ന് മെഷറബിൾ ആയിട്ടുള്ള ഒബ്സർവബിൾ ഫിനോമിനൻ ആയിട്ടാണ് കാണുന്നത്. പല റിസർച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്നേഹം എന്ന് പറയുന്നത് ബയോളജിക്കലി, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ലെൻസസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ സം ബോണ്ട് എൻഷുർ വൈൽ അതേഴ്സ് ഡിസോൾവ്. അതായത് ഈ തിയറിയിൽ എങ്ങനെയൊക്കെയാണ് ഏറ്റവും നമ്മൾ മൂന്ന് റിസർച്ചേഴ്സ് ഒരു എക്സാമിൽ നിന്ന് മനസ്സിലാകുന്നത് ബയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ലെൻസസ്, ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ബോണ്ടായിട്ട് മാറുന്നത്. സൈക്കോളജി സ്നേഹം എന്ന് പറയുന്നത് ഒരു സാധാരണ ഫീലിങ്സ് അല്ല, കുറച്ചുകൂടെ അതിന് എന്താണ് ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട ഒരു അനുഭവമായിട്ടാണ് പറയുന്നത്. സ്റ്റേൺബർഗും അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ആയിക്കോട്ടെ, ഒരു കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഈ തിയറി ശരിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആയിട്ടാണ് സ്റ്റേൺബർഗ് നൽകുന്നത്. അതായത് എങ്ങനെ ഹ്യൂമൻ കണക്ഷനെയും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെയും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോവാം, അതിനു വേണ്ട ഒരു റോഡ് മാപ്പ് ആണ് ഈ തിയറി എന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത്. ആ തിയറിയിലൂടെ അതാണ് മനസ്സിലാക്കിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സ്റ്റേൺബർഗിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് സ്റ്റേൺബർഗിനെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേൺബർഗ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് സ്റ്റേൺബർഗ് ഈ ഒരു വർക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഷേപ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് വിസ്ഡം. അതായത് നമുക്ക് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിപരമായ, അതായത് ഇന്റലിജൻസിനെയും ക്രിയേറ്റിവിറ്റിനെയും വിസ്ഡത്തിനെയും ഒക്കെ റീഷേപ്പ് ചെയ്തുകൊണ്ട്, അതായത് എങ്ങനെയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു തിയറിയിലൂടെ ഈ നമ്മുടെ ഡോക്ടർ റോബർട്ട് സ്റ്റേൺബർഗ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റുള്ള നമ്മുടെ ബുദ്ധി, നമ്മുടെ അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, അവയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണയെ ഒന്ന് ചേഞ്ച് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഈ തിയറി, ട്രയാങ്കുലർ തിയറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1986-ലാണ് ഈ തിയറിയുടെ ഒറിജിൻ വരുന്നത്. അതുപോലെ തന്നെ ഇത് റിലേഷൻഷിപ്പ് സൈക്കോളജി തന്നെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു തിയറിയാണ്. ഇതിന്റെ ഇപ്പോഴും ഇതിന്റെ വലിയൊരു ഇമ്പാക്ട് ഈ തിയറിക്ക്, ഈ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഈ തിയറിക്ക് ഇപ്പോഴുണ്ട്. ഹിസ് മോഡൽ റിമെയിൻസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി ടോട്ട് ഫ്രെയിംവർക്സ് ഇൻ ഇന്റർപേഴ്സണൽ സൈക്കോളജിയിൽ ഇന്നും പലരും ഈ തിയറി വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാം. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു തിയറിയാണ് റോബർട്ട് സ്റ്റേൺബർഗിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇപ്പൊ റോബർട്ട് സ്റ്റേൺബർഗിനെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ. ദെൻ അടുത്തത് ദ 3 കോമ്പണൻസ് ഓഫ് ലവ് ആണ്. ഈ ലവ് സ്റ്റേൺബർഗിന്റെ തിയറി പ്രകാരം സ്റ്റേൺബർഗ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പരസ്പരം കണക്റ്റഡ് ആണ്, അതേപോലെ തന്നെ എന്ന ചില വ്യത്യസ്തതകളുമുള്ള 3 കാര്യങ്ങൾ, അല്ലെ 3 എലമെന്റ്സ് അടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഒരു ഈ ലവിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാവുന്നതെന്നാണ്. അതായത് ലവിന് 3 മെയിൻ കോമ്പണൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇന്റിമസി, സെക്കൻഡ് പാഷൻ, തേർഡ് കമ്മിറ്റ്മെന്റ്. ഇന്റിമസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു ഇമോഷണൽ കോമ്പണന്റ് ആണ്. പാഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മോട്ടിവേഷണൽ കോമ്പണന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് കോമ്പണന്റ് ആണ്. ഈ 3 കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്, ഈ 3 കൂടെ ഒരുമിക്കുമ്പോഴാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ തിയറിയിൽ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ ലവ് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കോമ്പണൻസിനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാക്കി നമുക്ക് സ്റ്റേൺബർഗ് പരിചയപ്പെടുത്തി തന്നു. ദെൻ ഫസ്റ്റ് കോമ്പണന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇന്റിമസിയാണ്.
ഏറ്റവും വാം കോമ്പണന്റ് ആണ് അല്ലെ, ഏറ്റവും അടുപ്പം എന്ന് പറയുന്നത്. ഇന്റിമസി ഏറ്റവും മസ്റ്റ് ആണ് ലവില്. ഇന്റിമസി റെപ്രസെന്റ്സ് ദ ഇമോഷണൽ ക്ലോസ്നെസ് ആൻഡ് ബോണ്ടിങ് ദാറ്റ് ഫോംസ് ദ ഹാർട്ട് ഓഫ് എനി റിലേഷൻഷിപ്പ്. ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്ക് ഇന്റിമസി ഏറ്റവും മസ്റ്റ് ആണ്. അത് എങ്ങനെയാണ് ഇന്റിമസി ഉണ്ടാവുന്നത് പറഞ്ഞാല് നമുക്ക് ട്രസ്റ്റിൽ നിന്ന്, എംപതിയിൽ നിന്ന്, ജെന്യൂ കണക്ഷൻസിൽ നിന്നാണ് ഇന്റിമസി ഉണ്ടാവേണ്ടത്. ഷെയറിങ് പ്രൈവറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നമ്മൾ നമ്മുടേതായിട്ടുള്ള എല്ലാ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുക. ഡെവലപ്പിംഗ് ഡീപ്പ് ട്രസ്റ്റ് ഓവർ ടൈം അല്ലെ. അതുപോലെ തന്നെ ഈ ഡീപ്പ് ട്രസ്റ്റ് എല്ലാ കാലവും ദീർഘകാലം നമുക്ക് എല്ലായ്പ്പോഴും നല്ലൊരു ട്രസ്റ്റ് കൊണ്ടുപോകാൻ കഴിയുക. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല എന്താണ് ക്ലോസർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് ഇന്റിമസി ആണ്. ഇത് നമുക്ക് ഗ്രാജ്വലി രണ്ട് ആളുകൾ പരസ്പരം ഒതന്റിക്കലി നോ ഈച്ച് അതർ, പരസ്പരം അറിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നമ്മളിൽ എന്തുണ്ടാവുക, ഗ്രാജ്വലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇന്റിമസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് കോമ്പണന്റ് ആണ് പാഷൻ. ഇത് ഹോട്ട് കോമ്പണന്റ് ആണ് പറയപ്പെടുന്നത്. ഇതിൽ ഈ ഒരു പാഷൻ ഉണ്ടാവാന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കൽ അട്രാക്ഷൻ വേണമല്ലോ അവന്റെ കേസിൽ, ഇന്റൻസ് ഡിസയർ അല്ലെ, അത് ഏറ്റവും ആഗ്രഹം വേണം, റൊമാൻറ്റിക് സ്പാർക്ക്. ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാന്തം പോലെ നമ്മളിങ്ങനെ റൊമാൻറ്റിക് ആൻഡ് ആ ഒരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അവിടെ മസ്റ്റ് ആണ്. പിന്നെ ഇന്റൻസ് ഡിസയർ നമുക്ക് എന്താണ് അർജൻസി ആൻഡ് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ റൊമാൻറ്റിക് സ്പാർക്കിലൂടെയാണ് ഏത് ലെവലിലേക്ക് വരുന്ന പാഷൻ എന്നുള്ളത് ഉണ്ടാവുന്നത്. പാഷൻ ക്യാൻ ഡെവലപ്പ് റാപ്പിഡ്ലി. പാഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് പലപ്പോഴും എന്താവണമെന്നില്ല, സ്റ്റേബിൾ കോമ്പണന്റ് ആയിട്ട് പറയാൻ കഴിയില്ല. പലപ്പോഴും ചിലപ്പോൾ അത് മോസ്റ്റ് അൺസ്റ്റേബിൾ കോമ്പണന്റ് ആണ്. പക്ഷെ അത് കൊണ്ടുപോകണ നമുക്ക് കോൺഷ്യസ് മെയിൻ്റനൻസ് ടു സസ്റ്റെയിൻ ഓവർ ടൈം. അത് നമുക്ക് മുന്നോട്ട് എത്ര വേണമെങ്കിൽ അത് അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും, പക്ഷെ അവിടെ കോൺഷ്യസ് മെയിൻ്റനൻസ് മസ്റ്റ് ആണ്. ഇനി തേർഡ് എന്താണ്, കമ്മിറ്റ്മെന്റ്, ദ കോൾഡ് കോമ്പണന്റ്. കമ്മിറ്റ്മെന്റ് റെപ്രസെന്റ്സ് ദി കോൺഷ്യസ് കോഗ്നിറ്റീവ് ഡിസിഷൻസ് ടു സ്റ്റേ ടുഗദർ അല്ലെ. കമ്മിറ്റ്മെന്റ് മൂന്നാമത്തെ എലമെന്റ് ആണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് തന്നെയാണ്. ഇതും എന്താണ്, ഒരു സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ. ഏതൊരു റിലേഷൻഷിപ്പിനെയും എന്ത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഉറച്ചൊരു എന്താണ് തീരുമാനം തന്നെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ടു ടൈം ഫ്രെയിംസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം അല്ലെ. ഈ ഡിസിഷൻ നമുക്ക് ചിലത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ലോങ് ടേമിലേക്കും, അതുപോലെ തന്നെ അത് നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനമാണ് ഏതിൽ വരുന്നത്, ശരിക്ക് കമ്മിറ്റ്മെന്റിൽ ഉണ്ടാവുന്നത്. ദിസ് കോമ്പണന്റ് ട്രാൻസ്ഫോം ഫീലിംഗ്സ് ടു ലാസ്റ്റിംഗ് ബോണ്ട്. ദെൻ നെക്സ്റ്റ് ഈ 3 എലമെന്റ്സിനെയും നിങ്ങൾ പരിചയപ്പെട്ടില്ലേ. ഇനി നമുക്ക് അടുത്തത് 7 ടൈപ്സ് ഓഫ് ലവ്. അതായത് സ്റ്റേൺബർഗിന്റെ ഒപ്പീനിയനില് എന്താണ് 7 ടൈപ്സ് ഓഫ് ലവ് ആണ് പറയുന്നത്. അതിൽ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ദ 3 കോമ്പണൻസ്. ഈ 3 ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കോമ്പണൻസിനെ പല രീതിയിൽ കോമ്പിനേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേൺബർഗ് പറയുന്നത് 7 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെ 7 ടൈപ്സ് ഓഫ് ലവ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. ഈ 3 കോമ്പണൻസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷനിലൂടെ. അതിൽ ഒന്നാമത്തത് ലൈക്കിംഗ്, ഇന്റിമസി ഓൺലി. ഇവിടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ കാണുന്നത് പലപ്പോഴും ലൈക്കിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലവ് ആണ്. ഇവിടെ ഇന്റിമസി മാത്രമാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് വിത്തൗട്ട് റൊമാൻറ്റിക് പാഷൻ ഓർ ഫോർമൽ കമ്മിറ്റ്മെന്റ്. അതായത് ചില കമ്മിറ്റ്മെന്റ് ഒക്കെ നമുക്ക് കാണാം, പക്ഷെ എന്താ തന്നെ കൂടുതൽ ഇവിടെ എന്താണ് ഉണ്ടാവുക, ഇന്റിമസിയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഇൻഫാച്വേഷൻ ആണ്, പാഷൻ ഓൺലി, ഇന്റൻസ് ക്രഷസ് ഓർ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളോടൊക്കെ പഴയ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേണം, ക്രഷ് തോന്നി. അത് ശരിക്കും ഈ ഇൻഫാച്വേഷൻ ആണ്. അവിടെ പാഷൻ മാത്രമാണ്, ഒരു വിത്തൗട്ട് ഡീപ്പർ കണക്ഷൻ. അതായത് പ്രത്യേക ഒരു ഡീപ്പർ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇൻഫാച്വേഷനിൽ ഉണ്ടാവില്ല. പെട്ടെന്ന് തോന്നുന്ന ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇൻഫാച്വേഷൻ എന്നുള്ള വിഭാഗത്തിലുള്ള ലവ് ആയിട്ടാണ് പറയുന്നത് സ്റ്റേൺബർഗ്. തേർഡ് വൺ എംപ്റ്റി ലവ് ആണ്, കമ്മിറ്റ്മെന്റ് ഓൺലി, ഡ്യൂട്ടി ബേസ്ഡ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഇവിടെ ചിലപ്പോൾ ഇമോഷണലി ഓർ ഫിസിക്കൽ ഇന്റിമസി ഒന്നും ഉണ്ടാവണം എന്നില്ല. അവിടെ ഒരു എന്താണ്, അതായത് കമ്മിറ്റ്മെന്റ് മാത്രം ഉണ്ടാവുക,
അപ്പൊ അതും ഒരു ശരിയില്ല. ഈ മൂന്ന് കാര്യങ്ങളും വരുമ്പോഴാണ് ഒരു ലവ് എന്നത് സക്സസ്ഫുൾ ആവുന്നത്. കോമ്പണന്റ് 3 കോമ്പണൻസ് ചേരുമ്പോൾ. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എം ടി ലവില് കമ്മിറ്റ്മെന്റ് മാത്രമേ കാണുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് റൊമാൻറ്റിക് ലവ് ആണ്. ഈ കമ്മിറ്റ്മെന്റ് എം ടി ലവ് ഒക്കെ പല റിലേഷൻഷിപ്പിലും കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ മാരേജ് ലൈഫ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് പിന്നെ പാരന്റ്സ് സ്റ്റുഡൻസ് ഒക്കെ ചില സിറ്റുവേഷനിൽ ഉണ്ടാവും. എൻ്റെ ചില നമ്മൾ അങ്ങനെ ഫിലിമിലൊക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ അല്ലെ അച്ഛനായത് കൊണ്ട് മാത്രം അവിടെ അങ്ങനെയൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് മാത്രം അവിടെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഇന്റിമസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളൊന്നും അവിടെ കാണുന്നില്ല. ഇനി ഫോർത്ത് വൺ റൊമാൻറ്റിക് ലവ് ആണ്. അവിടെ ഇന്റിമസിയും പ്ലസ് പാഷനാണ്. അവിടെ ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ. അത് ഫിസിക്കൽ അട്രാക്ഷനിലൂടെ, അതിന് കൂടെ ഫിസിക്കൽ അട്രാക്ഷൻ എന്നാൽ ചിലപ്പോൾ സിറ്റുവേഷനിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ദെൻ അഞ്ചാമത്തത് കമ്പാനിയേറ്റ് ലവ് ആണ്. അവിടെ ഇന്റിമസി പ്ലസ് കമ്മിറ്റ്മെന്റ് ആണ്. അവിടെ ഡീപ്പ് ഇമോഷണൽ ബോണ്ട് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവിടെ എന്താണ്, പാഷൻ ഈസ് ലോ ഓർ ആബ്സെന്റ്. പാഷൻ വളരെ കുറവാണ്. കോമൺ ഇൻ ലോങ് ടേം മാരേജസ് ആൻഡ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ലോങ് ടേം മാരേജസിൽ അത് ചിലപ്പോൾ അതൊരു എന്താണ് ക്രിറ്റിസിസ് ആയിട്ട് ആർക്കെങ്കിലും പറയാം. പക്ഷെ സ്റ്റേൺബർഗിന്റെ ഒപ്പീനിയനിൽ കമ്പാനിയേറ്റ് ലവില് എന്താണ്, ഡീപ്പ് ഇന്റിമസിയും ഉണ്ടാവാം, കമ്മിറ്റ്മെന്റും ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ സിക്സ്ത് പോയിന്റ് ഫാക്ചസ് ലവ് ആണ്. പാഷനും കമ്മിറ്റ്മെന്റും ഉണ്ട്. പക്ഷെ സ്ട്രോങ് പാഷൻ ഉണ്ടാവും വിത്ത് ക്വിക്ക് കമ്മിറ്റ്മെന്റാ. ബട്ട് എന്താണ്, ഇമോഷണൽ ഇന്റിമസി മിസ്സിംഗ് ആണ്. അവിടെ പലപ്പോഴും ഇമോഷണൽ ഇന്റിമസി ഒന്നും ഉണ്ടാവില്ല. ചില എന്താണ് കപ്പിൾസ് ഹു മേരി വെരി ക്യൂ, കണ്ടപ്പോഴന്നെ മാരേജിലേക്ക് എത്തുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അടുപ്പൊന്നും ആയിട്ട് ഇന്റിമസി ഒന്നും തോന്നിയിട്ട് തുടങ്ങി, അല്ലെ അങ്ങനെ ഒരു ഇന്റിമസി ഉണ്ടാവണമെങ്കിൽ കുറച്ചു കാലം നമ്മൾ അറ്റാച്ച്ഡ് ആയി, അങ്ങനെയാണ് പലപ്പോഴും നല്ല സ്ട്രോങ് ഇന്റിമസിയിലേക്ക് എത്തുക. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കാണും, അതുപോലെ തന്നെ പെട്ടെന്ന് ചില ആളുകളുണ്ടല്ല പെട്ടെന്ന് കണ്ടു മാരേജിലേക്ക് എത്തുക, അങ്ങനെയൊക്കെ ഉള്ളത് ആണ് സാധാരണ ഫാക്ചസ് ലവ് ആയിട്ടാണ് സ്റ്റേൺബർഗ് പറയുന്നത്. പാഷൻ പ്ലസ് കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്, സെവൻത് ടൈപ്പ് കൺസ്യൂമേറ്റ് ലവ് ദ ഐഡിയൽ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ, സ്റ്റേൺബർഗിന്റെ ഒപ്പീനിയനിൽ ലാസ്റ്റ് സെവൻത് ടൈപ്പ് ഉള്ള ലവ് ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് പറയുന്നത്. അത് കംപ്ലീറ്റ് ബാലൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹാർമണസ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ്, ഈ മൂന്നും കൂടെ കാണുന്ന ഒരു എന്താണ് ലവ് ടൈപ്പ് ആണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ എന്ത് ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഹാർഡർ ടു മെയിൻറ്റെയിൻ ഓവർ ടൈം ദാൻ ടു അച്ചീവ് ഇനീഷ്യലി. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് നർച്ചറിങ്, അതുപോലെ തന്നെ ഇതിൽ എന്താണ് നമ്മൾ റിക്വയർസ് ഓൺ ഗോയിങ് കോൺഷ്യസ് എഫേർട്ട് അല്ലെ, മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺഷ്യസ് എഫേർട്ടും കൂടെ ഉണ്ടാവും. കാരണം ഇത് കൊണ്ടുപോകണം, ഇത് എന്താവക്കരുത്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യരുത്. അതായത് നമ്മൾ കറക്റ്റ് ഈ മൂന്നും കൂടെ കൊണ്ടുവരേണ്ട ഒരു ഏറ്റവും നല്ല രീതിയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ലവ് ആണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. അവിടെ ഇന്റിമസിയും ഉണ്ട്, പാഷനും ഉണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്. This represents the most fulfilling and long-lasting form of human relationship. Through sustaining all three components demands dedication and intentional action. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇന്റൻഷണൽ ആക്ഷൻ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ ഇതെന്താക്കി മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലവ് ആയിട്ട് പിന്നെ സ്റ്റേൺബർഗും പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയനിൽ നമുക്ക് എന്താണ് ഈ മൂന്നും കൂടെ വരുമ്പോഴാണ് ആക്ച്വലി നല്ലൊരു ലവ് എന്നുള്ള ഏറ്റവും പിന്നെ മൂന്ന് എലമെന്റും കൂടെ യോജിക്കുന്ന ഒരു ലവ് ആണ് ഏത്, കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തിയറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതിൽ ഒന്നാമത്തത് എല്ലായ്പ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് എന്തുണ്ടായിരിക്കണം? റിക്വയർ ബാലൻസ് അല്ലെ. ഓൾ ത്രീ കോമ്പണൻസ് കോൺട്രിബ്യൂട്ട് യുണീക്കലി ടു റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമുക്ക് ഈ മൂന്ന് കോമ്പണൻസും നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് സ്റ്റേൺബർഗ് പറയുന്നതും അത് തന്നെയാണ്. ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമ്മൾ എന്ത് തന്നെയാണ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ ത്രീ കോമ്പണൻസ് ആയ ഇന്റിമസിയും പാഷനും കമ്മിറ്റ്മെന്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. രണ്ടാമത്തത്, ഈ തിയറിയിൽ നിന്ന് ഇപ്പോഴും ഒരുപാട് പേര് പല റിസർച്ചേഴ്സും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും ഒക്കെ ഈ സ്റ്റേൺബർഗിന്റെ തിയറി ഫോളോ ചെയ്യാറുണ്ട്. പല എസ്പെഷ്യലി റിലേഷൻഷിപ്പ് സൈക്കോളജിയിൽ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ലവ് ഈസ് ആക്റ്റീവ് നോട്ട് പാസീവ് എന്നുള്ളതാണ്. ലവ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ആയിരിക്കണം, അതെന്തല്ല പാസീവ് അല്ല, പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. ഇറ്റ് റിക്വയർസ് കോൺഷ്യസ് എഫേർട്ട് ആൻഡ് ഓൺ ഗോയിങ് മെയിൻ്റനൻസ്. ഇതിന് നമുക്ക് എന്തുണ്ടാവണം? കോൺഷ്യസ് എഫേർട്ട് അല്ലെ, എഫേർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം കൂടെ ലവിന് നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ലവ് ഈസ് നോട്ട് പാസീവ്, ലവ് ഈസ് ആക്റ്റീവ്. Then third one, understanding building insight. This framework helps evaluate and strengthen personal connections. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലവ് ഈസ് എ വെർബ്. ലവ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, നോട്ട് എ ലവ്. കൺക്ലൂഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലവ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ് അല്ലെ. ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് എന്ത് മാത്രമല്ല, അതൊരു ഫീലിങ്സ് മാത്രമല്ല, അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്? ഇന്റിമസി ഉണ്ടാവണം, പാഷൻ ഉണ്ടാവണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അല്ലെ. ഈ മൂന്ന് കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ അത് എങ്ങനെ നമുക്ക് നല്ലൊരു ബാലൻസ് ചെയ്തുകൊണ്ട് ഹാർമണൈസ് ചെയ്ത് അല്ലെ നല്ലൊരു ബാലൻസോട് കൂടി കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഒരു ബന്ധത്തെ ദീർഘകാലം നമുക്ക് സന്തോഷകരമായിട്ട് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തതൊന്നും നമുക്ക് എന്തല്ല. ബാലൻസ് എന്ന് പറയുന്ന ഏറ്റവും മസ്റ്റാണ്. സ്നേഹം എന്ന് പറയുന്നത്, അതാണ് ലവ് ഈസ് എ വെർബ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതെന്ത് മാത്രമല്ല, നോട്ട് എ നൗൺ. അത് ഒരു വാക്ക് മാത്രമല്ല. അതെല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെ. ലവ് ഈസ് എ വെർബ്, നോട്ട് എ നൗൺ. ഇറ്റ് ഈസ് സംതിങ് യു ഡു. അതായത് അത് നമ്മൾ ചെയ്യുന്നതാണ്. നോട്ട് ജസ്റ്റ് സംതിങ് യു ഫീൽ. വെറും എന്തല്ല, അത് ഫീൽ ചെയ്യൽ മാത്രമല്ല. ഇറ്റ് ഈസ് സംതിങ് യു ഡു, നോട്ട് ജസ്റ്റ് സംതിങ് യു ഫീൽ. അതുപോലെ തന്നെ ബാലൻസ് ഈസ് ദ സീക്രട്ട് ടു ലാസ്റ്റിംഗ് ബോണ്ട്. അതായത് ഇതുപോലെ തന്നെ ഈ ലവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ദീർഘകാല ബന്ധത്തിന്റെ രഹസ്യം തന്നെ, സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? സമതുലിതാവസ്ഥയാണ്. അതായത് ഈ ഒരു ബാലൻസ് ആണ് എന്നുകൂടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് സ്റ്റേൺബർഗിന്റെ ഈ തിയറി പ്രകാരം നമ്മൾക്ക് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വെറും ഒരു ഫീലിങ്സ് അല്ല. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ, പാഷനും അതുപോലെ തന്നെ ഇന്റിമസിയും കമ്മിറ്റ്മെന്റും എന്നീ മൂന്ന് കോമ്പണൻസിന്റെ കൂടിച്ചേരലുകളാണ്. അതെങ്ങനെ കൂടിച്ചേരണം? നല്ലൊരു ബാലൻസോട് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? നല്ലൊരു ബന്ധത്തെ ദീർഘകാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഏതൊരു ബന്ധത്തിലും നമ്മൾ ഇത്തരം, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയില് അല്ലെ, പാർട്ട്നേഴ്സിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു മൂന്ന് കോമ്പണന്റ് കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? നല്ലൊരു ഫാമിലിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഇത്രയും പറഞ്ഞുകൊണ്ട്, അതായത് സ്റ്റേൺബർഗിന്റെ തിയറിയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ സ്റ്റേൺബർഗ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ തിയറിയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമുക്ക് ആഡ് ഓൺ ചെയ്ത് അതിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. താങ്ക് യു. എന്നെ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഫ്ലോർ അനുവദിച്ച് തന്ന നമ്മുടെ വിംപിൾ അക്കാഡമിക്ക് തീരാത്ത നന്ദി പറഞ്ഞുകൊണ്ടുകൂടി, നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് ഇവിടെ
നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, ഉറങ്ങിപ്പോയോ? ഗുഡ് മോർണിംഗ് മാം, സിന മാം. ഗുഡ് മോർണിംഗ്. മാം നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഇത് നോർമൽ സീന മാം അല്ലാത്ത ഒരു സീന മാം ആയിട്ട് ഫീൽ ആയതാണ് എനിക്ക്. ടെക്നിക്കലി ഒരുപാട് ഡിഫറെന്റ് ആയിട്ടും ലവിന്റെ കോൺസെപ്റ്റ് ത്രൂ സ്റ്റോൺബർഗ് പറഞ്ഞത് കൊണ്ട് അതൊരു ഡിഫറെന്റ് ഫീൽ ആയിരുന്നു. ബട്ട് മാം ഒരു എക്സ്പേർട്ട് ആണ്. മാം നല്ലൊരു ട്രെയിനിങ് സെഷൻസ് എടുക്കുന്ന ഒരു പേഴ്സൺ. സോ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ലവിന്റെ ഡിഫറെന്റ് ഫോംസ്, ലവ് എന്താണ്, ലവ് ഈസ് എ നെസസിറ്റി, ആൻഡ് ഏറ്റവും വേണ്ട ലവ് എന്ന് പറയുന്നത് കൺസ്യൂമേറ്റ് ലവ് എന്നുള്ള ഒരു ഇത് പറഞ്ഞു തന്നു. സോ നമ്മളെല്ലാരും അങ്ങടും ഇങ്ങടും സ്നേഹിച്ചിട്ട് ലൈഫില് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം. ലവ് ഈസ് നമുക്കതൊരു ഫീലാണ്, നമുക്കതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരാളും ദ അതർ പേഴ്സൺ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരു ഫീലിങ്സ് അട്രാക്ട് ആവുന്നത്, അതിന്റെ ബേസ്ഡ് ആണ് ലവ്. സോ ടെക്നിക്കലി ലവിന്റെ കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. സോ താങ്ക് യു മാം. താങ്ക് യു ചന്ദ്ര മാം. താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ് അനസ് സാർ. ലവ് ട്രയാങ്കിളിനെ പറ്റി വളരെ നല്ല രീതിയിലൊരു പ്രസന്റേഷൻ ആയിരുന്നു. PPT ഒക്കെ വെച്ചിട്ട് ഓരോ സ്ലൈഡും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. എനിക്കൊരു കെമിസ്ട്രിയിലെയോ ഫിസിക്സ് ക്ലാസ്സിലോ ഇരിക്കുന്ന ഒരു ഫീലിങ്സും കിട്ടി. നല്ല രീതിയിൽ അതൊരു ക്ലാസ് മെത്തേഡ് പോലെ തന്നെ പറഞ്ഞ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. മേഡം ഏതാ ടീച്ചിങ് ആണെന്ന് പറഞ്ഞു? ഏതാ ടോപ്പിക്, സബ്ജക്ട് ഏതാ? ഞാൻ M.Com B.Ed ആയിരുന്നു. അത് 5 വർഷം മുന്നേ MA സൈക്കോളജി കഴിഞ്ഞു. പിന്നെ സൈക്കോളജി ഡിപ്ലോമ. അപ്പൊ സൈക്കോളജിയാണ് കൂടുതൽ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് BCom +1 +2 ആണ്. ടീച്ചിങ്ങിന്റെ ഒരു പ്രൊഫഷൻസ് കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എനിവേ നല്ല ടോപ്പിക് ആയിരുന്നു മാം, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. ലവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ലവ് എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇത്രയും ഡെപ്ത് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, അറിയില്ല. നമ്മളങ്ങനെ അപ്പൊ നല്ല ഒരു പുതിയൊരു അറിവായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ഇത്രയും ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളെല്ലാം ലവ് ഉണ്ടെങ്കിലല്ലേ ലൈഫിന് ഒരു ഹാപ്പിനെസ് ഉണ്ടാവത്തുള്ളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. അത് ശരിയാട്ടോ. ഞാനും ആദ്യം ഈ തിയറി കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ലവ് എന്ന് പറയുന്നത് നമുക്ക് അറിയണത് തന്നെയല്ലേ, എന്താണ് ഈ തിയറിയിൽ ഇത്രയും പറയാനുള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ, ഈ സ്റ്റേൺബർഗിന്റെ തിയറിയിൽ. പിന്നെയാണ് സ്റ്റേൺബർഗിന്റെ തിയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും അത് റിലേഷൻഷിപ്പ് സൈക്കോളജിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും 1986 ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോഴതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് റിസർച്ചേഴ്സ്, നമ്മുടെ കൗൺസിലിംഗ് ഫീൽഡിലുള്ള ആളുകള്. റിലേഷൻഷിപ്പ് സൈക്കോളജിയിലാണ് കൂടുതൽ. അതെ, നമുക്ക് ഏത് കാലത്തും, നമുക്കിപ്പം ഫാമിലിയിലായാലും ഫ്രണ്ട് സർക്കിളിലായാലും എല്ലാം വേണമല്ലോ. പല ടൈപ്പാന്ന് മാത്രമല്ലേ ഉള്ളൂ, അത് മെയിൻറ്റെയിൻ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. താങ്ക് യു മാം. ശരി, താങ്ക് യു. ഗുഡ് മോർണിംഗ് സീന മാം. ഗുഡ് മോർണിംഗ്. ഹേമലത മാം. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ, ഒരു വ്യത്യസ്തമായ സെഷൻ. ലവിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പല ഇതായിട്ട് എനിക്കും അതെ, ലവ് എന്നൊക്കെ അറിയാവുന്നല്ലാതെ ഇത്രയും ഡീറ്റെയിൽസ് അതിന്റെ പിന്നിലുണ്ടെന്നൊന്നും നമ്മൾ അങ്ങനെ ഒരു തിയറി ആയിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നല്ല ഇൻഫോർമേറ്റീവ്. മുമ്പ് അനസൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു ക്ലാസ്സിലെ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിക്കുന്ന പോലെ കേട്ടോണ്ടിരിക്കാൻ പറ്റിയിരുന്നു.
പിന്നെ തീർത്തും നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പരിചയമുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ താങ്ക് പറ്റുമെങ്കിൽ ഈ ഇതിന്റെ PPT അത് ഗ്രൂപ്പിൽ ഇടാമെങ്കിൽ ഓ ഷെയർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്തിരുന്നുണ്ട് തീർച്ചയായും. നമ്മുടെ അത് നോളജ് നമുക്കൊരു നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ മാം. അങ്ങനെയാണെങ്കിൽ അത് ഓ എല്ലാവർക്കും ഞാൻ ഉപകാരപ്പെടും. PPT സെൻഡ് ചെയ്തിരുന്നുണ്ട്. അതെ അതെ, എഴുതിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അത് ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അതെ ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു നല്ല വെരി സെഷൻ മച്ച്. ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഓക്കെ. സൂസൻ മാമിന്റെ ഒരു കുറവ് കാണുന്നുണ്ടല്ലോ അല്ലേ? ആളില്ല തോന്നുന്നുണ്ടോ? Yes. സൂസൻ മാം ഉണ്ടാവാറില്ല. മാമിന് ഇല്ലേ? പള്ളിയിൽ പോണം. പള്ളിയിലെങ്ങാനും പോവായിരിക്കും. ആണോ? ആ. ഓ മറ്റ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ആ കോട്ട് നല്ല ഇഷ്ടമായി. ലവ് ഈസ് എ verb, not a ആ noun. It is something you do, not just something you feel. അതെ അടിപൊളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പ്രസന്റേഷനും സ്ലൈഡുകളും ഒക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ. താങ്ക് യു സജന മാം. ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആണല്ലോ ലവ്. അതില്ലെങ്കിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ലൈഫില്. യെസ് മാം. ഇത് വന്നിട്ട് നമ്മള് എന്ത് തേരി പറഞ്ഞാലും ഇത് ആക്ച്വലി ഒരാൾ ഫീൽ ചെയ്യണം. നമ്മള് തേരിയിൽ എന്ത് രീതിയിലാണ് അതെ ഒരു കമ്മിറ്റ്മെന്റ് അത് ഏത് റിലേഷൻഷിപ്പ്, പേരൻസ്, ചിൽഡ്രൻ, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്സ് തമ്മില്, ഫ്രണ്ട്സ്. ഏത് റിലേഷൻഷിപ്പിലും ഇത് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യാൻ പറയുമ്പോ സോറി വർക്കിന്റെ ഇടയിൽ അപ്പോ എനിക്ക് അതാണ് ഫീൽ ആണത്. നമുക്ക് അപ്പുറത്ത് പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യണം. ജസ്റ്റ് ഒരു എന്താണ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ലവ് എന്ന് പറയുന്നത് അത് ഫീൽ ചെയ്യുന്നതാണ്. അത് എക്സ്പ്രസ്സോ അത് ഒരു രീതിയിൽ ഈ ഡെഫിനേഷൻസ് ഒക്കെ എന്തുണ്ടെങ്കിലും അപ്പുറത്തുള്ള ആള് അത് ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കണക്ഷൻ വരും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ലവ്. ഒരു വൺ ടൈമോ അങ്ങനെയല്ല, ഇത് ഒരു ലൈഫ് ടൈം ഫീലിംഗ് ആണ്. ഒരു മദർ ചൈൽഡ് ഇതിലൊക്കെ നമ്മള് ആക്ച്വലി അത് പറഞ്ഞ മാതിരി എനിക്ക് വാക്കുകൾ വരുന്നില്ല അത് എക്സ്പ്രസ് ചെയ്യാൻ. യെസ് കറക്റ്റ് ആണ്. അതൊക്കെ എല്ലാം ഓരോ ഇൻഡിവിജ്വലിനെ ആശ്രയിച്ചിരിക്കും. എല്ലാവരും യുണീക്ക് ആണല്ലോ. അത് മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അത് ഇയാള് കണക്കാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആ ആളുടെ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും. അതെ നമ്മളിതെല്ലാം പഠിക്കുന്നു, പഠിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ട്. അപ്പോ എല്ലാ ലവ് എന്നുള്ള റിലേഷൻസിന്റെ ഉള്ളിലും ഇതൊന്നും അറിയാത്തവര് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട്. അറിയാത്തവരല്ല, മറ്റേ സൈഡിലുള്ളവര് അതെ പലയിടത്തും. അത് ശരിയാ. അറിഞ്ഞിട്ടല്ല, ചിലർക്ക് ഇതൊന്നും അറിയണമെന്നില്ല. പക്ഷെ ചിലത് നല്ല രീതിയിൽ ഇതിനൊക്കെ കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ട്. സ്നേഹബന്ധങ്ങളും ഒക്കെ. തിയറി ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ അതന്നെ. ഓരോരുത്തർക്കും അനുസരിച്ച് അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതാണ്. അതെ അതെ മാം. ഇൻഡിവിജ്വൽ ആ അതന്നെ. എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാ, ചിലവര് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തന്നെ പറയാം, എന്റെ ഫ്രണ്ടിന്റെ പേരൻസ് അവളിനെ ഇങ്ങനെ, ഞാൻ ചൈൽഡ്ഹുഡ് സമയത്ത് എനിക്കത് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ എന്റെ ഫാദറൊക്കെ എനിക്ക് വേണ്ടത് എല്ലാം ചെയ്തു തരും. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ ഫാദർ എങ്ങനെയാ പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ അവളെ കട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. സോ ഇതൊക്കെയാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ആ ചൈൽഡ്ഹുഡിലെ ഫീലിംഗ്. പക്ഷെ അഡൾട്ട് ആയ ശേഷമാണ് എന്റെ അച്ഛന്റെ വേ ഓഫ് എക്സ്പ്രസിങ് ലവ്, എന്റെ പേരൻസിന്റെ വേ ഓഫ് എക്സ്പ്രസിങ് ഡിഫറെന്റ് ആണ്. അത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ പല തേരീസിലും പറയണത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, ഉമ്മ കൊടുക്കണം, കട്ടിപിടിക്കണം എന്നുള്ള രീതിയിൽ മാം പറയണ മാതിരി നമ്മളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അത് ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. എന്റെ അമ്മ സ്നേഹിക്കുന്നില്ല, കുട്ടിയുടെ അമ്മ ഇങ്ങനെ കട്ടിപിടിക്കണം, ഉമ്മ കൊടുക്കണം, അതാണ് സ്നേഹം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് കുട്ടികളുടെ ഇടയിൽ വരും. സോ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അതെ അതാണ് അത്. ഇറ്റ് ഈസ് സംതിങ് എല്ലാ റിലേഷൻഷിപ്പിലും അതൊരു പ്രശ്നമാണല്ലോ, കമ്പാരിസൺ. അതെ അതന്നെ മാം. അതാണ് അതൊരു ഫീലിംഗ് ആണ്.
അതെ. അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് തന്നെയാണ്. അത് Yes. വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇപ്പൊ ഹേമലത മാം പറയണ മതി ഡിഫറെന്റ് ആണ്. Yes. സജ്ന മാം, നമുക്ക് എന്നാല് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ മാം. ആ, ഫീഡ്ബാക്ക് നമുക്ക് ഒക്കെ ഒഴിവ് ഗ്രൂപ്പിൽ ദിവസമായിട്ട്. അറിയിക്കാം. അതെ. യെസ് മാം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. വിഷ് യു ഓൾ എ ഗുഡ് ഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ മാം. ബൈ താങ്ക് ഓൾ. യു. ബൈ. ബൈ ബൈ.